പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് കടന്നു പോകാൻ. അഭിഷേകം അന്ന എന്ന പ്രോഗ്രാം, ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരാത്മാവ് നിങ്ങളെ നയിക്കുന്ന ആത്മീയ വഴി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. 2 കൊരിന്ത്യരുടെ ലേഖനം 5-ാം അധ്യായം 1-ാം വചനം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഇവിടെ മനുഷ്യർ തന്റെ ശരീരത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. തന്റെ ജീവിതം, കുടുംബം, മക്കൾ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന തിരുവെഴുത്ത് പറയുന്നത്. കർത്താവ് പറയാണ്, ഒരു മനുഷ്യൻ ലോകമകലം നേടിയാലും തന്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്തു ഫലം? ആത്മാവിന് പകരമായി എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? ഇവിടെ പറയുകയാണ്, കൂടാരമായി ഭൗമഭവനം, നമ്മുടെ ഈ ശരീരം, ഇത് അഴിഞ്ഞു പോകുന്ന താൽക്കാലികമായ ഒരു ശരീരത്തിന്റെ ഉടമയാണ് നമ്മൾ. ഏറിയാൽ 70 അല്ലെങ്കിൽ 80, കുറച്ചും കൂടെ പ്രായം വന്ന 100 120 പ്രായം വരെ നമ്മൾ ജീവിക്കാം. എന്നാൽ ഈ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ നമുക്ക് നിത്യഭവനമായ സ്വർഗത്തിൽ ഒരു കൂടാരമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങോട്ടാ നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം എന്ന് പറയുവാൻ കാരണം, ദൈവം നമ്മളിൽ ജീവിക്കുന്നുണ്ട്. ഇവിടെ ദൈവം നമ്മോടുകൂടെ വസിക്കുന്നുണ്ട്. നമ്മൾ എത്ര കാലമാണ് ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആയുസ് തന്നത്? ഈ ആയുസ് തരുന്നിടത്തോളം നാള് ദൈവത്തെ മഹത്വപ്പെടുത്തി വേണം നമ്മൾ ജീവിക്കാൻ. ഒരു ആത്മീയ മനുഷ്യനായിട്ട് വേണം ജീവിക്കാൻ. ഭൗതികമായി നമുക്ക് അറിവുണ്ടാകാം, ഭൗതികമായി ജ്ഞാനമുണ്ടാകാം, ഭൗതികമായ പല നേട്ടങ്ങളും പല പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കർത്താവിനെ ഒന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് നമ്മൾ പോയില്ലെങ്കിലുണ്ടല്ലോ, ഈ കൂടാരം പൊഴിഞ്ഞു പോകുന്ന സമയം വരുന്നു. പ്രിയമുള്ളവരെ, യേശു എപ്പോഴാണ് വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. യേശു പറയാണ്, നിങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കണം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളായി നിങ്ങൾ വളരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരാക്കി. നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ആയിരിക്കണം. നമ്മൾ പ്രാർത്ഥനയുള്ളവരായി മാറണം. നമ്മുടെ വീട് എത്ര വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി എത്രയധികം നമ്മൾ സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി എത്രയധികം പൈസ ചെലവഴിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മീയതയിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ വെടിപ്പാക്കാൻ, ശുദ്ധീകരിക്കുവാൻ, നമ്മൾ അതിനുവേണ്ടി ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി എത്രത്തോളം നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. ദൈവവചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നമ്മൾ കടന്നു പോകുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും, ആരെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ഭവനമായിരിക്കണം ഏറ്റവും വൃത്തിയുള്ളത്, ഏറ്റവും നല്ലതെന്ന് നമ്മൾ കരുതും. ഇവിടെയാ നമ്മുടെ ഹൃദയം എന്ന ഭവനത്തിൽ ഈ കൂടാരം, ദൈവം വസിക്കുന്ന കൂടാരത്തിന് നമ്മൾ എത്രത്തോളം പവിത്രതയും ശുദ്ധീകരണവും ഉണ്ടാക്കുന്നുണ്ട്. ദൈവം പറയുകയാണ്, അശുദ്ധിയിലേക്കല്ല, നിന്നെ ഞാൻ വിശുദ്ധിയിലേക്കാണ് വിളിച്ചത്. ഈ അഴിഞ്ഞു പോകുന്ന കൂടാരത്തിൽ, ദൈവം വസിക്കുന്ന ഈ ആലയത്തിൽ, ദൈവം വസിക്കുന്ന ഈ ശരീരത്തിൽ, ദൈവം സംസാരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ നമ്മളിതെല്ലാം കേട്ട് അനുഭവിച്ച് കർത്താവിനോടുകൂടെ കടന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ലേ? നമ്മൾ പുറമേ ഉള്ളത് ശുദ്ധീകരിക്കുന്നു. അന്ന് ഫരിസയരോട് കർത്താവ് പറഞ്ഞതാ, നിങ്ങൾ പുറമേ ഉള്ളത് ശുദ്ധീകരിക്കുന്നു, ഉള്ള എത്രയോ മോശമായിരിക്കുന്നു. നമ്മൾ ഉള്ളിലേക്ക് തിരിയണം. പ്രിയമുള്ള, ഉള്ളിലേക്ക് തിരിയണം. ഹൃദയത്തിലേക്കൊന്ന് ശോധന ചെയ്യണം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ,
ഈ ശരീരം അത് നീ ഞങ്ങൾക്കായി ഭൂമിയിൽ ഒരുക്കിയ കാലത്തോളം നിന്റെ കൂടെ ജീവിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവേ, ഇതെപ്പം വേണമെങ്കിലും ഞങ്ങളുടെ ഈ ശരീരം വിട്ട് നിന്റെ സന്നിധിയിൽ നിന്നോട് കൂടെ കടന്നു പോകത്തക്ക വിധം ഒരുക്കമുള്ളവരായി പ്രാർത്ഥനയിൽ ആത്മാവിൽ നിറഞ്ഞും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. അനുഗ്രഹിക്കുന്ന കരം വയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.